ഹായ് ഓൾ, ഐസസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ അതിനുവേണ്ടി ഐസസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. April 1 ആപ്ലിക്കേഷൻ ഔട്ടായിട്ടുള്ളത്. ഈ വീഡിയോ ഇനിയും ഐസസിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയാത്തവരിലേക്ക് ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഐസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച്. ഇന്ത്യയിൽ തന്നെ പ്രധാനമായും ബെരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, ട്രിവാൻഡ്രം, പൂനെ, അതേപോലെ മൊഹാലി, തിരുപ്പതി ഇത്രയും ഐസേഴ്സ് ആണുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള BS-MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബാച്ചിലർ സയൻസും മാസ്റ്റർ ഓഫ് സയൻസും ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്ന പരീക്ഷയാണ് ശരിക്കും ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും, IAT എന്ന് പറയും. സോ ഈ IAT 2024 നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ശരിക്കും ഇത്രയും ഐസേഴ്സിലേക്ക് മാത്രമല്ല ശരിക്കും ഐസറിൻ്റെ സ്കോർ യൂസ് ചെയ്യാറുള്ളത്. ചില പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ശരിക്കും ഐസേഴ്സിൻ്റെ സ്കോർ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന IIT മദ്രാസിൻ്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ശരിക്കും കഴിഞ്ഞ കൊല്ലം നടത്തിയത് IIT സ്കോറിൻ്റെ ബേസിലാണ്. അതുകൊണ്ട് തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ എഴുതുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കോഴ്സുകൾ നോക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് റൈറ്റ് ഐസർ എൻട്രൻസ് എക്സാം. അപ്പോൾ ISER-admission.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ISER-admission.in എന്ന വെബ്സൈറ്റിൽ കയറി അപ്പോൾ 2024 അപ്ലൈയിലേക്ക് കൊടുക്കുമ്പം ഒരു ഗേറ്റ് വേ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ April 1 ഐസറിലേക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. April 1 സ്റ്റാർട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ May 13 വരെ സമയമുണ്ട്. June 9 നമ്മുടെ പരീക്ഷ വരുന്നത്. സോ May 13 മുമ്പായിട്ട് നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്ത് വെക്കണം. പിന്നെ കറക്ഷൻ പർട്ടിക്കുലേഴ്സ് ഒക്കെ 16 17 ഇടയിലാണ് വരിക. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫീസാണ്. സോ ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ ജനറൽ, EWS, OBC, NCL കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസ് 2000 രൂപയാണ്. PWD പേഴ്സൺസും കശ്മീരി മൈഗ്രൻസ് ഒക്കെ ആണെങ്കിൽ SC/ST കാറ്റഗറി ഒക്കെ ആണെങ്കിൽ അടയ്ക്കേണ്ടത് 1000 രൂപയുമാണ്. അപ്പോൾ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീ ആണ്, അത് ശ്രദ്ധിക്കണം. ഇതാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എലിജിബിലിറ്റി നോക്കാം. ആരൊക്കെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ എലിജിബിൾ ആണ് എന്ന കാര്യം നമുക്ക് നോക്കാം. സോ ഓവറോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് 2024 ഇപ്പോൾ +2 പഠിച്ച് പാസ്സാകാൻ റിസൾട്ട് വെയിറ്റിംഗ് ആയിരിക്കുന്നവർ, 2023 +2 പഠിച്ചവർ, 2022 +2 പഠിച്ചവർ, ഇത്രയും പേർക്കാണ്. നമ്മുടെ JEE ക്രൈറ്റീരിയ പോലെ തന്നെയാണ് ശരിക്കും ഇവരുടെയും ഐസേഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ 2022, 2023, 2024 സമയങ്ങളിൽ +2 പാസ്സായവരോ പാസ്സാവാൻ പോകുന്നവർക്കോ ആണ് ശരിക്കും നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ +2 എക്സാമിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അങ്ങനെ കോമ്പിനേഷൻസിൽ പഠിച്ചവർക്ക് മാത്രമേ ഇവർ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ടേക്കൺ അറ്റ്ലീസ്റ്റ് 3 സബ്ജക്റ്റ് എന്നാണ്. ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സിൽ 3 സബ്ജക്റ്റുകൾ നിർബന്ധമായും +2 പഠിച്ചിരിക്കുന്നവരായിരിക്കണം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ അറിയാം, ഈ ക്രൈറ്റീരിയ വെച്ച് മാത്രം നിങ്ങൾക്ക് ഐസർ അഡ്മിഷൻ കിട്ടത്തില്ല. ഈ ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പരീക്ഷ പോയി എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഇത് കിട്ടത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ +2 എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ +2 എക്സാമിന് നമ്മുടെ ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്, അതേപോലെ റിസർവേഷനും പറയുന്നുണ്ട്. ഏകദേശം ഇവർ ആ ക്രൈറ്റീരിയ പറയുന്നത് നോക്കിയേ. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ അതർ കാറ്റഗറീസിലാണ് 60% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ഒരു ഇക്വലന്റ് ഗ്രേഡ് വേണം. 12ാം ക്ലാസ്സിലെ പരീക്ഷ, നിങ്ങളുടെ 12ാം ക്ലാസ്സിലെ മാർക്ക് അഗ്രിഗേറ്റ് 60% മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ IIT ടെസ്റ്റ് എഴുതാൻ എലിജിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതേസമയം SC/ST, PW കാറ്റഗറി ഉള്ളവർക്കാണെങ്കിൽ 55% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്. പറഞ്ഞ സബ്ജക്റ്റുകളിൽ ശരിക്കും നിങ്ങളുടെ +2 മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഈ +2 എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾക്ക് 55% മുകളിലാണെങ്കിൽ SC/ST, PW കാറ്റഗറീസ് ആണെങ്കിൽ, അതേപോലെ ഈ പറഞ്ഞ പോലെ 60% മുകളിൽ അഗ്രിഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ, JEE ആണെങ്കിൽ 75% ആണ്, ഇവിടെ 60% മുകളിൽ മാർക്ക് മതിയാകും. അങ്ങനെയാണ് നിങ്ങൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ എലിജിബിൾ ആണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിവരം. അപ്പം അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് June 9 അപ്പോൾ നിർബന്ധമായും ഐസർ അറിയാത്തവർ, എക്സാമിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. നല്ല പരീക്ഷയാണ്, നല്ല കോളേജാണ്, നല്ല എക്സ്പോഷറാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഫീസ് നമ്മൾ പറഞ്ഞു. യെസ്, ഈ വിൻഡോയാണ് നിങ്ങൾ അപ്ലൈ ഫോർ 2024 എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വിൻഡോ. അവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുത്ത് ജനറേറ്റ് OTP ചെയ്തിട്ടാണ് ബാക്കി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് ആ വിൻഡോ വഴി നിങ്ങൾക്ക് ISER-admission.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഒട്ടും ലെങ്തി അല്ല, പെട്ടെന്ന് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് ശരിക്കും. ഇനിയാണ് സിലബസ്.
നീറ്റ് JEE ടൈപ്പാണ്. അതായത് 2023-24 NCERT റാഷണലൈസ്ഡ് സിലബസ് ആണ്. അതായത് ഡിലീറ്റഡ് ടോപ്പിക്സ് ഇല്ല. അതായത് ഡിലീറ്റഡ് ടോപ്പിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. കീമിനും CUETക്കും ഡിലീറ്റഡ് ടോപ്പിക്സ് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഐസർ എക്സാമിന് നീറ്റിൻ്റെയും JEEയുടെയും പോലെ തന്നെയാണ്. നിങ്ങൾക്ക് 2023-24 NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻ മാത്രം പഠിച്ചാൽ മതിയാകും. നീറ്റിൻ്റെ അത്രയും പോലും ഇല്ല ശരിക്കും സിലബസ്. അതായത് 2023-24 NCERTയിലുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി. നീറ്റിൽ കുറച്ച് എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോജിക് ഗേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നീറ്റിന് പഠിക്കണം, പക്ഷെ അത് ഇവിടെ ഇല്ല, അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സിലബസും ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരീക്ഷയാണ്. പരീക്ഷാ പാറ്റേൺ ശ്രദ്ധിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ബയോളജിയും അടങ്ങുന്ന ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 ചോദ്യങ്ങളുണ്ടാകും. സോ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും അറ്റൻഡ് ചെയ്തിരിക്കണം. അതാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത. ബയോളജിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും, സിമിലർലി ഫിസിക്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും, കെമിസ്ട്രിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും, മാത്തമാറ്റിക്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും. അങ്ങനെ മൊത്തം 15 ചോദ്യങ്ങൾ വെച്ച് 15 60 ക്വസ്റ്റ്യൻസിൻ്റെ ബേസിക്സിലായിരിക്കും നിങ്ങളുടെ ഐസർ എക്സാം നടക്കുക. സോ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് എക്സാം June 9 എഴുതാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.